ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ 4K എഫക്റ്റ്. അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. സുസ്മിത, അവളൊരു തീരാ ശാപമായി മുന്നിൽ നിൽക്കുകയാണല്ലോ ഈശ്വര. എങ്ങനെ അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക? എല്ലാ സത്യങ്ങളും അവളെ സത്യാമ്മയ്ക്ക് മുന്നിൽ വിളമ്പിയ പിന്നെ ഈ വാഹനത്തില് 2 പേരെ കൂടി ഒപ്പം കൂട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ശ്യാമയും പേയും 2 പേരെയും സത്യാമ്മ പുറത്താക്കും. പിന്നെ അമ്മയ്ക്ക് പറഞ്ഞു കരയാൻ 2 സങ്കടങ്ങളുണ്ടാവും. ദേവിക്ക് മുന്നിൽ പറഞ്ഞ് നിലവിളിക്കാൻ 2 കാര്യങ്ങളും ആവും. എല്ലാം സുസ്മിതയുടെ നാവിൻ തുമ്പിലെ വാക്കുകളിലാണ്. അവളെ തടയുകയല്ലാതെ മറ്റൊരു വഴിയും മുന്നിൽ കാണുന്നില്ലല്ലോ ഭഗവാനെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എന്റെ കൃഷ്ണ. മക്കൾക്ക് വേണ്ടി ഇത്രയും കരഞ്ഞിട്ടുള്ള ഒരമ്മ, മക്കളുടെ രക്ഷ ഓർത്ത് ഇത്രയും ഭഗവാനെ വിളിച്ചിട്ടുള്ള ഒരമ്മ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. ഇനിയും കണ്ണീര് മാത്രം മക്കളായിട്ട് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല. തടയണം, സുസ്മിതയെ ഏതു വിധേനയും തടയണം. മോളെ, നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല അമ്മ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ അമ്മയും മക്കളെയും സങ്കടപ്പെടുത്തി മതിയാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു. ഓടുന്നവനെ എന്നും ദൈവം ഓട്ടിച്ചുകൊണ്ടിരിക്കും മോളെ. അതൊരു പ്രകൃതി നിയമ. ചില സമയത്ത് സഹിക്കാനാവാതെ ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. ഈ സങ്കടവും കണ്ണീരും എല്ലാം നമ്മളോട് കൂടി അവസാനിക്കണമെന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ.